വണ്ടി ഓടിച്ച് മലയിറങ്ങി വരാൻ നേരം മാക്സിന്റെ തലയിൽ ഉദിച്ചൊരു ചോദ്യമാണിത്. ഈ മലമുകളിലേക്ക് ആരെ ഇതിനു വേണ്ടി വെള്ളം അങ്ങോട്ട് കയറ്റണത്? അല്ല, ഇതിപ്പോ എങ്ങനെയാ കയറ്റുന്നത്? പറയാൻ കുറെ സയൻസ് ഒക്കെ കാണുമെങ്കിലും സംഭവം ഒന്നോർത്താ ശരിയാണല്ലേ. എന്ത് ഭംഗിയാണത് കാണാൻ. എക്കാലവും നിരന്തരമായി തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നല്ല തണുപ്പേറിയ വെള്ളം കണ്ണിനും നല്ല കുളിർമ നൽകുന്ന കാഴ്ച. ആ വെള്ളത്തിന്റെ ആ തണുപ്പും കുളിർമയും കണ്ണിലേക്ക് മാത്രമല്ല, കണ്ണിലൂടെ മനസ്സിലേക്കും കൂടെ ഇറങ്ങുന്ന ഒരു കാഴ്ച കാണേണ്ടത് തന്നെ. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, ഈ മല കാണാൻ നേരത്ത് ഈ പാറകളാണോ അല്ലെങ്കിൽ മണ്ണാണോ, ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഉയരത്തിൽ ഉയർന്നങ്ങോട്ട് പന്തലിച്ച് പടർന്നു നിൽക്കുന്ന മരങ്ങളാണോ ഈ മലയെ മലയാക്കി ഈ കാലങ്ങൾ മുഴുവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? നമ്മൾ ചെറുപ്പകാലത്ത് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത് പോലെ ഈ വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ വേരുകളാണ് വെള്ള ഒഴുക്കിൽ മണ്ണൊലിച്ചു പോവാതെ ഇരിക്കാൻ പിടിച്ചു നിർത്തുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? അത് അങ്ങനെ നോക്കുമ്പോ ഈ വേരുകളാണോ മണ്ണ് പിടിച്ചു നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി മണ്ണാണോ മരങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ പാറക്കെട്ടുകളാണോ? അയ്യോ, കൺഫ്യൂഷൻ. മൊത്തത്തില് പ്രകൃതി എന്നത് ഒരു മായാജാലക്കാരൻ തന്നെ, അല്ലേ? അങ്ങനെ പറഞ്ഞ് തീർക്കണമോ? ഈ കാണുന്ന എല്ലാ പ്രകൃതിക്കും മീതെ, എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ഒരു സത്യം, ഒരു വാക്ക്. അതാണ് നമ്മൾ ഈ കാണുന്ന അഖിലാണ്ടത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്.